ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2018 ആണ്. അതിൻ്റെ ഫൈനൽ ആൻസർ ചെയ്യാൻ നോക്കുന്നത്. നോക്കാം. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത അന്ന ചാണ്ടി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. ബാലസമുദായ പരിഷ്കാരിണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്. ബാലസമുദായ പരിഷ്കാരിണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം ജപ്പാൻ. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിന്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിന്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്. അഫ്ഗാനിസ്ഥാൻ. ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? ഓപ്പറേഷൻ വിജയ്. ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? നർമ്മദ. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ദയറാം സാഹ്നി. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? പാടലീപുത്രം. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ഫിറാഷോ തുഗ്ലക്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം 1526. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി പോർച്ചുഗീസ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ
പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി. ലോക്പാൽ. 2017 US പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? റാഫേൽ നഡാൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. സ്വത്തിനുള്ള അവകാശം. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ആരാണ് കല്ലേൽ പൊക്കുടൻ? പരിസ്ഥിതി സംരക്ഷകൻ. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം വിശാഖപട്ടണം. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. NH 49. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. ഷിയോനാഥ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. മഹാനദി. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസ്. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? നാലാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തി വ്യവസായം. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. സിക്കിം. ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ശ്രീ വെങ്കയ്യ നായിഡു. 13. ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലം. കുശിനഗരം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ത്രിപുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിന്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? നാവികസേന. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് പൊഖ്റാൻ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 8. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് ലൂ. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്ഷദ്വീപ്. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് പാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി. ജനനി സേവ. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ
ജന്മദേശം. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മദേശം ഉത്തർപ്രദേശ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന. അയർലൻഡ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളതാർക്ക്? ഗവർണർ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8. താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം. കർണാടക. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. Direction. Choose the correct answer from those given after each question. Each question carries 1 mark. He plays piano is an example of declarative sentence. The baby walks slowly. In this sentence, slowly is adverb. Passive voice or he has drawn 2 pictures is the 2 pictures have been drawn by him. The reported speech of Mary said, I am watching television is. Mary said that she was watching television. Pick out the singular form from the given words. Fungus. Which of the following is a one word of a government by a king or a queen? Monarchy. The word nearest in meaning to the word alert is watchful. Which of the following is the word opposite in meaning to the word assemble? Disperse. Choose the incorrectly spelled word. Vacation. Find out the correct sentence. Each of boy is clever. Fill in the gap in each of the following sentence, choosing the most appropriate answer from those given below. We expect dash official inquiry into the incident. And Chitra dances well dash. Doesn't she? Rani is holding a vase dash her hand. In. Children dash to school every day. Go. Shakespeare is the dash dramatic in English. Greatest. He has been speaking continuously dash 5 o'clock. Since. Neither his brother nor his sister dash wise. Is. The empty mountain regions without trees are an harmful. Sight. Replace the word in bold letters with the right phrase chosen from those given below. Abraham Lincoln wanted to abolish slavery in USA. Answer അത് deleted ആണ് question. Gift is dash than Geeta. Younger. അറുപത്തിരണ്ട് 55 48 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം ഏത്? അത് an equal to a plus n minus 1 into d എന്നുള്ള ഇക്വേഷൻ വെച്ച് കാണാം. a 10ാമത്തെ പദമാണ് കാണുന്നത്. അപ്പൊ a എന്ന് പറയുന്നത് 62 പ്ലസ് 10 പദമാണ് 10 മൈനസ് 1 d എന്ന് പറയുന്നത് -7 55 മൈനസ് 62 എന്ന് പറയുമ്പോൾ -7
10 മൈനസ് 1 ഇൻറ്റു -7. അപ്പോൾ 62 മൈനസ് 63 എന്ന് പറയുമ്പോൾ -1 കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി -1. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വിസ്മയ 15,000 രൂപയ്ക്ക് വാങ്ങിയ പഴയ ഫോൺ 15% നഷ്ടത്തിൽ വിറ്റു. എത്ര രൂപയ്ക്കാണ് പഴയ ഫോൺ വിറ്റത്? നഷ്ടപ്പെട്ട തുക എന്ന് പറയുന്നത് 10,000. 10,000 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ 10,000 ഇൻറ്റു 15% നഷ്ടമാണ്. 15,000 ഇൻറ്റു 15/100 എന്ന് പറയുമ്പോൾ 2,250 രൂപ നഷ്ടപ്പെട്ട തുക. വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയിൽ നിന്ന് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ വാങ്ങിയ വില 15,000, നഷ്ടം എന്ന് പറയുന്നത് 2,250. 15,000 മൈനസ് 2,250 എന്ന് പറയുന്നത് 12,750. ഒരു സംഖ്യയുടെ 8 മടങ്ങ് 8.2 ആണ്. സംഖ്യ ഏത്? 8.2/8 എന്നാണ്. 1.025. 10 സംഖ്യകളുടെ ശരാശരി 125 ആണ്. ഇതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 118 ആയി. എങ്കിൽ ഒഴിവാക്കിയ താഴെ തന്നിരിക്കുന്ന സംഖ്യ ഏത്? 10 സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 10 ഇൻറ്റു 125. ശരാശരി 125. അപ്പോൾ 10 ഇൻറ്റു 125 എന്ന് പറഞ്ഞാൽ ആകെ തുക കിട്ടും. അപ്പോൾ 1,250. പിന്നെ 9 സംഖ്യകളുടെ തുക ഒരാൾ ഒഴിവാക്കിയിട്ട് 9 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അതിന്റെ ശരാശരി 118 ആണ്. അപ്പോൾ 9 ഇൻറ്റു 118 എന്ന് പറയുമ്പോൾ 1,062. ഒഴിവാക്കിയ സംഖ്യ കാണാൻ 1,250 1,062 മൈനസ് ചെയ്താൽ 188 എന്ന് കിട്ടും. അശ്വിൻ 300 കിലോമീറ്റർ ദൂരം ശരാശരി 40 കിലോമീറ്റർ വേഗതയിൽ ബസ്സിൽ യാത്ര ചെയ്തു. ശരാശരി 50 കിലോമീറ്റർ വേഗതയിൽ കാറിലായിരുന്നു ഇതേ ദൂരം സഞ്ചരിച്ചതെങ്കിൽ എത്ര സമയം ലാഭിച്ചു കാണും? ബസ് യാത്രയ്ക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത, അതായത് 300/40. 300 ദൂരം, 40 വേഗത. അപ്പം 300/40 7.5. കാർ യാത്രയ്ക്ക് എടുക്കുകയാണെങ്കിൽ 300 കിലോമീറ്റർ ദൂരമാണ്, അത് 50 കിലോമീറ്റർ വേഗത. അപ്പം 300/50 എന്ന് പറയുമ്പോൾ 6. ബസ്സിൽ 7.5, കാറിൽ 6 സമയം. അപ്പം ലാഭിച്ച സമയം എന്ന് പറയുമ്പോൾ 7.5 എന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ 1.5 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ 90 മിനിറ്റ്. 4 പേർ ചേർന്ന് 9 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര ജോലിക്കാരെ കൂടി കൂടുതലായി വേണ്ടി വരും? 4 പേർ ചേർന്ന് 9 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ, അപ്പോൾ ആകെ ജോലി എന്ന് പറയുന്നത് 4 ഇൻറ്റു 9 36. 6 ദിവസത്തിൽ തീർക്കാൻ വേണ്ട ജോലിക്കാർ എന്ന് പറയുമ്പോൾ 36/6. 36/6 6 ദിവസം. ആകെ ജോലി പറയുന്നത് 36 ആണ്. 6 ദിവസം കൊണ്ട് കഴിയുന്നത്. അപ്പൊ 36/6 എന്ന് പറയുമ്പോൾ 6. അപ്പൊ അധിക ജോലിക്കാർ എന്ന് പറയുമ്പോൾ 6 മൈനസ് 4 2. ഏത് സംഖ്യയുടെ 15% 900? അപ്പൊ സംഖ്യ എക്സ് എന്ന് വിളിക്കുക. എക്സ് ഇൻറ്റു 15/100 = 900 എഴുതാം. എക്സ് കാണാൻ പറ്റും. 900. 15/100നെ 900ന്റെ അടുത്തേക്ക് പോകുമ്പോൾ 900 ഇൻറ്റു 100/15 ആവും. അപ്പോൾ 60 ഇൻറ്റു 100 6000 കിട്ടും. 6000 അല്ല 6000. ഓപ്ഷൻ ഡി 6000. 10⁵5 ഇൻറ്റു 10⁻⁻8 = 10⁵5 ഇൻറ്റു 10⁻⁻8 = അപ്പോൾ 10⁵5 -8 ആണ്. അപ്പോൾ 5 മൈനസ് -8 അപ്പോൾ -3 എന്ന് കിട്ടും. 10⁻3 എന്ന് കിട്ടും. 10⁻3 എന്ന് പറയുമ്പോൾ 1/10�3 എന്ന് എഴുതാം. 1/10�3 എന്ന് എഴുതാം. 1/10�3 എന്ന് പറയുമ്പോൾ 10⁻3 എന്ന് പറയുമ്പോൾ 1000. അപ്പോൾ 1/1000 എന്ന് എഴുതാം. 1/1000 എന്ന് പറയുമ്പോൾ 0.001. 0.001. ഓപ്ഷൻ ബി. ഒരു ചതുരത്തിന്റെ നീളം 4 ഇരട്ടിയായും വീതി പകുതിയായും കുറയ്ക്കുകയും ചെയ്താൽ ലഭിക്കുന്ന പുതിയ ചതുരത്തിന്റെ വിസ്തീർണം ആദ്യ ചതുരത്തിന്റെ വിസ്തീർണമായി എന്ത് മാറ്റം ഉണ്ടാകും? ഒരു ചതുരത്തിന്റെ നീളം 4 ഇരട്ടിയായും വീതി പകുതിയായും കുറയ്ക്കുകയും ചെയ്താൽ പുതിയ ചതുരത്തിന്റെ വിസ്തീർണം ആദ്യ ചതുരത്തിന്റെ വിസ്തീർണമായി എന്ത് മാറ്റം ഉണ്ടാകും? ആദ്യ ചതുരത്തിന്റെ നീളം L എന്നും വീതി B എന്നും കരുതുക. പുതിയ ചതുരത്തിന്റെ നീളം 4 ഇരട്ടിയാകുന്ന ചതുരത്തിന്റെ നീളം 4 ഇരട്ടിയാകുന്ന പറയുമ്പോൾ 4L. വീതി പകുതിയാകുന്നത് പറയുമ്പോൾ വീതി മറ്റത് B ആയിരുന്നു. അപ്പോൾ B/2. അപ്പം പുതിയ വിസ്തീർണം എന്ന് പറയുന്നത് L ഇൻറ്റു B എന്ന് പറയുമ്പോൾ 4L. പുതിയ ചതുരത്തിന്റെ നീളം 4L ആണ്. 4L ഇൻറ്റു
വീതി എന്ന് പറയുന്നത് b/2 ആണ്. അപ്പം ഇൻറ്റു b/2. അപ്പോൾ 4l ഇൻറ്റു b/2 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു l ഇൻറ്റു b/2 എന്ന് എഴുതാം. 4 രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ 2lb. lb എന്ന് പറയുമ്പോൾ വിസ്തീർണം. അപ്പോൾ 2 വിസ്തീർണം. അപ്പോൾ അത് ഇരട്ടിയാവുന്നു, 2 മടങ്ങാകുന്നു. വിസ്തീർണം 2 മടങ്ങാകും. അപ്പോൾ ഓപ്ഷൻ സി 2 മടങ്ങ്. 15:18 ഈക്വൽ ടു എക്സ്. 15:18 ഈക്വൽ ടു എക്സ് 144 ആയാൽ എക്സിന്റെ വില എന്ത്? 15:18 എന്ന് പറയുമ്പോൾ 15/18 ഈക്വൽ ടു x/144 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 18x എന്ന് കിട്ടും. 18x ഈക്വൽ ടു 15 × 144 എന്ന് എഴുതാം. അതിന് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. 15 × 144/18. 15 × 8 എന്ന് കിട്ടും. അവസാനം 120. ആൻസർ വന്നത് 120. 2008 റിപ്പബ്ലിക് ദിനം ശനിയാഴ്ചയായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ഏത് ദിവസമായിരിക്കും? 2008 റിപ്പബ്ലിക് ദിനം ശനിയാഴ്ചയായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരിക്കും? 2008 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 2008 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ജനുവരി 26 2008 ശനിയാഴ്ചയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനുവരിയിൽ ബാലൻസ് ആയിട്ട് 5 ദിവസം ഉണ്ട്. ഫെബ്രുവരി 29 ദിവസം ഉണ്ടാവും, മാർച്ച് 31 ഉണ്ടാവും, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 15. അങ്ങനെ ദിവസങ്ങളൊക്കെ എണ്ണുമ്പോൾ ടോട്ടൽ 202 ദിവസം ഉണ്ടാവും. 7 ആഴ്ച 202 കിട്ടും. ഡേറ്റ് ടോട്ടൽ ദിവസം എന്ന് പറഞ്ഞാൽ 202. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 28 ഹരണഫലം റിമൈൻഡർ 6 കിട്ടും. റിമൈൻഡർ 6 എന്ന് പറയുമ്പോൾ സാറ്റർഡേ ആണെങ്കിൽ ജനുവരി 26 2008 സാറ്റർഡേ ശനിയാഴ്ച എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശനിയാഴ്ച കൂടെ 6 റിമൈൻഡർ 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാറ്റർഡേ കൂടെ 6 ദിവസം കൂട്ടുമ്പോൾ ഫ്രൈഡേ വെള്ളിയാഴ്ച കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വെള്ളി. 15, 20, 26, 33, 41 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതായിരിക്കും? 15, 20, 26, 33, 41. 15 കൂടെ 5 കൂട്ടിയ 20 കിട്ടും. 20 കൂടെ 6 കൂട്ടിയ 26 കിട്ടും. 26 കൂടെ 7 കൂട്ടി. അപ്പം 5, 6, 7, 8 അങ്ങനെയാണ് കൂട്ടുന്നത്. 5, 6 ആ ഓർഡറിലാണ് കൂട്ടുന്നത്. ആദ്യം 5 കൂട്ടി, പിന്നെ 6 കൂട്ടി, പിന്നെ 7 കൂട്ടി, പിന്നെ 8 കൂട്ടി. അപ്പം 41 കൂടെ 9 കൂട്ടിയാൽ 50 കിട്ടും. ആൻസർ വരുന്നത് 50. ബ്രേക്ക് എന്ന വാക്കിനെ കോഡ് രൂപത്തിൽ ASDBJ എന്ന് എഴുതിയ സോളാർ എന്ന വാക്കിന്റെ കോഡ് രൂപം എന്തായിരിക്കും? ബ്രേക്ക് ബിന്ന് ഒരു ലെറ്റർ പോയപ്പോഴാണ് A കിട്ടിയത്. അതുപോലെ ആറിന്ന് ഒരു ലെറ്റർ കൂട്ടിയപ്പോഴാണ് എസ് കിട്ടിയത്. ഇ എന്ന് പറയുന്നത് ഒരു ലെറ്റർ പോയപ്പോഴാണ് ഡി കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് -1 ആദ്യത്തെ ബി -1 പിന്നെ +1 -1 +1 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ സോളാർ എന്ന് എഴുതുമ്പോൾ ഇതേപോലെ ആദ്യം -1 ചെയ്യാം. അത് എസ് എന്ന് ഒരു ലെറ്റർ പുറകിലോട്ട്, അപ്പോൾ 6 പിന്നെ ഒരു ലെറ്റർ കൂട്ടി O കഴിഞ്ഞാൽ പി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ വരുന്നത് RPKBQ ഓപ്ഷൻ സി. ഒരു ഫോട്ടോയിലെ സ്ത്രീയെ ചൂണ്ടിക്കാട്ടി എൽദോ പറഞ്ഞു, ഇവരുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകനാണ്. എങ്കിൽ എൽദോയ്ക്ക് ഈ സ്ത്രീയുമായുള്ള ബന്ധം എന്ത്? സ്ത്രീയുടെ അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ എൽദോയുടെ അമ്മാവൻ. അപ്പോൾ സ്ത്രീയുടെ അമ്മ എന്ന് പറയുമ്പോൾ എൽദോയുടെ അമ്മാവന്റെ സഹോദരി, അതായത് എൽദോയുടെ അമ്മ. അപ്പൊ ആ സ്ത്രീ എന്ന് പറയുന്നത് എൽദോയുടെ സഹോദരി ആയിരിക്കും. ഓപ്ഷൻ ബി സഹോദരി. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? കൂട്ടത്തിൽ പെടാത്ത സംഖ്യ 1000, 8000, 16000, 27000. 1000, 8000, 27000 എന്നൊക്കെ പറയുന്നത് പെർഫെക്റ്റ് ക്യൂബാണ്. 10ന്റെ ക്യൂബാണ് 1000, 20ന്റെ ക്യൂബാണ് 8000, 30ന്റെ ക്യൂബാണ് 27000. 16000 എന്ന് പറയുന്നത് ക്യൂബ് അല്ല. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ സി 16. ഒരു ക്ലോക്കിൽ 4 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? കോണളവ് കാണാൻ 30h - 11/2 m എന്നാണ്. ഇവിടെ m 0 ആണ് വരുന്നത്. അപ്പോൾ അത് ഇതല്ല. 30 × h എന്ന് പറയുന്നത് 4 ആണ്. 30 × 4 120 ഡിഗ്രി. 441 - 462 841 x ആയാൽ x എത്ര? 441 എന്നത് 21ന്റെ വർഗമാണ്. 21 × 21 ആണ് 441. പിന്നെ 462 ആണ്. അപ്പോൾ
441 21 ആഡ് ചെയ്യുമ്പോഴാണ് 462 കിട്ടുന്നത്. 21ന്റെ വർഗ്ഗമാണ് 441. അതിന് 441 21 കൂട്ടുമ്പോഴാണ് 462 കിട്ടുന്നത്. അതുപോലെ 841 എന്ന് പറയുന്നത് 29ന്റെ സ്ക്വയർ ആണ്. 29 × 29 ആണ് 841. അപ്പൊ 841 29 ആഡ് ചെയ്യുമ്പോൾ 870 കിട്ടും. 870, അതായത് n² + n. അൻഷ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ തെക്കോട്ടും തുടർന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ടും സഞ്ചരിച്ചാണ് കോളേജിലെത്തുന്നത് എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്ക് എത്തുന്ന കുറഞ്ഞ ദൂരം എത്ര? തെക്കോട്ട് 3 കിലോമീറ്ററും കിഴക്കോട്ട് 4 കിലോമീറ്ററും. അപ്പോൾ ദൂരം കണക്കൊക്കെ നമുക്ക് മട്ടത്രികോണമായിട്ട് വരയ്ക്കാം. 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒരു മട്ടത്രികോണം വരയ്ക്കാം. കോളേജിൽ നിന്നും വീട്ടിൽ നിന്നേക്കുള്ള ദൂരം എന്ന് പറയുന്ന കർണം എന്ന് പറയുന്നത് ആ ദൂരം എന്ന് പറയുന്നത് കർണമായിട്ട് എടുക്കുക. മട്ടത്രികോണത്തിന് വശങ്ങൾ 3, 4 കർണമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ റൂട്ട് 3² + 4². 3² എന്ന് പറയുമ്പോൾ 9, 4² എന്ന് പറയുമ്പോൾ 16. അപ്പോൾ റൂട്ട് ഓഫ് 9 + 16 കിട്ടും. 9 + 16 എന്ന് പറയുമ്പോൾ 25. റൂട്ട് 25 എന്ന് പറയുമ്പോൾ 5. ആൻസർ ഓപ്ഷൻ എ 5. ഹാഷ് ഗുണനത്തെയും ഹരണത്തെയും സങ്കലനത്തെയും പെർസെൻറ്റേജ് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ 16 2 3 #4 %10 എത്ര? ഹാഷ് ഗുണനം ഹരണം സങ്കലനം മറ്റേ പെർസെൻറ്റേജ് വ്യവകലനം. അപ്പോൾ എങ്ങനെ എഴുതാം? 16 ഹരിക്കണം 2 + 3 × 4 - 10 എന്ന് എഴുതാം. ആദ്യം ഹരിക്കാനുള്ളത് 16 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 8 + 3 × 4 എന്ന് പറയുമ്പോൾ 12 - 10. 8ഉം 12ഉം 20. 20 - 10 എന്ന് പറയുമ്പോൾ 10. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് 57, 59, 61, 67. 59ഉം 61ഉം 67ഉം അഭാജ്യ സംഖ്യകളാണ്. 59, 61, 67 എന്നുള്ളത് അഭാജ്യ സംഖ്യകളാണ്. അതായത് ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. 57 എന്ന് പറയുന്നത് ഭാജ്യസംഖ്യയാണ്. അതിന്റെ ഘടകങ്ങളാണ് 3, 19 ഒക്കെ. അപ്പോൾ അത് ഡിഫറെന്റ് ആണ്. 57 ഭാജ്യസംഖ്യയാണ്, മറ്റേതൊക്കെ അഭാജ്യസംഖ്യയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 57. താങ്ക് യു.